കുട്ടികളെ വളർത്തേണ്ട ആവശ്യം ഉണ്ടോ? അവർ തന്നെ വളരത്തില്ലേ? യെസ്, നിങ്ങൾക്ക് എന്ത് ഉത്തരവും പറയാം. കുട്ടികൾ തന്നെ അങ്ങ് വളരത്തില്ലേ? നമ്മൾ കുട്ടികളെ വളർത്തേണ്ട ആവശ്യമുണ്ടോ? എന്തുകൊണ്ട് വളർത്തണം? മൈക്കുണ്ടെങ്കിൽ ഒന്ന് കൊടുത്തേര്. എന്ത് ഉത്തരവും നിങ്ങൾക്ക് പറയാം, നോ പ്രോബ്ലം. ഈ പറയുന്ന എല്ലാ ഉത്തരവും ശരിയാണ്, ഞാനങ്ങ് സമ്മതിക്കുകയാണ്. എന്തുകൊണ്ട് നമ്മൾ കുട്ടികളെ വളർത്തണം? വൈ പാരന്റിങ്? അവനെ അഭ്യസിപ്പിക്കുക, ഓക്കെ, അതുകൊണ്ട് വളർത്തണം. വേറെ? യെസ് യെസ്, അല്ല, ഇരിപ്പ് കണ്ടാത്തൊന്നും ഇവിടെ ആർക്കും പിള്ളേരില്ല എന്ന് അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഓക്കെ, വൈ പാരന്റിങ്? യാ, കം ഓൺ. എന്തുകൊണ്ട് കുട്ടികളെ വളർത്തണം? ഞാൻ ഒരിടത്ത് ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ ഏതാണ്ട് നിങ്ങളെപ്പോലെ തന്നെ കേരളത്തിലുള്ളവർ ഇതുപോലെ മിണ്ടാതിരുന്നു. അപ്പോൾ ഒരു കൊച്ചുകുട്ടി ചാടി എഴുന്നേറ്റ് പറഞ്ഞു, സാറേ പ്രസവിച്ചു പോയി, വളർത്തിയല്ലേ പറ്റത്തുള്ളൂ. ഇനി വേറെ മാർഗമില്ല, പ്രസവിച്ചു പോയി, ഞങ്ങൾ എങ്ങനെയെങ്കിലും വളർത്തിയല്ലേ പറ്റത്തുള്ളൂ. പക്ഷെ പൊതുവെ നമ്മുടെ ഉള്ളിൽ വരാൻ സാധ്യതയുള്ള ഒരു ഉത്തരവുണ്ട്. അവസാന കാലത്ത് ഇനിയൊന്ന് പൂരിപ്പിച്ചോ. അവസാന കാലത്ത് ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ, ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും തരണം. അപ്പോൾ അടുത്ത ചോദ്യം, ഇത് വല്ലതും നടക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പം നടക്കാത്ത കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ നമ്മുടെ ജീവിതത്തിൻ്റെ നല്ലൊരു ശതമാനം ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ജീവിതത്തിൽ ഭാവിയിൽ നമ്മുടെ മക്കൾ നമ്മളെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മെ കരുതും, നമ്മെ നോക്കും, നമ്മുടെ അവസാന കാലഘട്ടത്തിൽ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം തരും എന്നുള്ള ചിന്തയിലാണ് മാതാപിതാക്കന്മാരെ നമ്മൾ നമ്മുടെ കുട്ടികളെ വളർത്തുന്നുവെങ്കിലും കുട്ടികളുടെ ഇപ്പോഴത്തെ വളർച്ചയുടെ ആ രീതി കാണുമ്പോൾ പലപ്പോഴും നമുക്ക് തന്നെ സംശയം തോന്നാറുണ്ട്. See, we are doubting about our children, whether they are going to look after us or not. നമ്മൾ ഭയങ്കര ഡൗട്ട്ഫുൾ ആണ് ഇപ്പോഴും നമ്മുടെ മക്കൾ ഭാവിയിൽ നമ്മളെ കരുതുമോ ഇല്ലയോ എന്നുള്ള വിഷയത്തെക്കുറിച്ച്. തീർച്ചയായിട്ടും ഇത് അമേരിക്കയിൽ മാത്രമല്ല, ലോകത്തിലെ എല്ലാ മലയാളി പാരൻസിനുള്ള ഒരു പ്രശ്നമാണ്. നമ്മൾ നാട്ടിലും ഇതേ കാര്യം തന്നെയാണ് ഫേസ് ചെയ്യുന്നത്. കുട്ടികൾ ഭാവിയിൽ നമ്മെ ശരിയായിട്ട് കരുതുമോ, നോക്കുമോ, അവരെ ശരിയായിട്ട് വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുമോ? ഇത്തരത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് നമ്മുടെ ഇടയിൽ മാതാപിതാക്കന്മാർ കഷ്ടപ്പെടാറുണ്ട്. ഒരു വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയാണ്. അവിടെ നിന്ന് നമുക്കങ്ങ് തുടങ്ങാം. യാക്കോബിൻ്റെ ലേഖനം, ജെയിംസ് ചാപ്റ്റർ 1 വേഴ്സ് 5. യാക്കോബിൻ്റെ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. ദൈവം നൽകുന്ന വാഗ്ദാനങ്ങളിൽ ഒന്നുപോലും കള്ളമില്ല. ഒരൊറ്റ വാഗ്ദാനങ്ങൾ കള്ളമില്ല. There is no promise that God is not telling any lies regarding promise. What all the promise he is telling, everything is right, everything is true. അത് നടക്കുക തന്നെ ചെയ്യും. ഇവിടെ ദൈവം പറയുകയാണ്, നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവെങ്കിൽ. ഏതൊക്കെ വിഷയങ്ങളിൽ ജ്ഞാനം കുറവെങ്കിൽ? യേശു കർത്താവിൻ്റെ 2-ാം വരവിൽ ജ്ഞാനം കുറവെങ്കിൽ. വേറെ? സമാഗമന കൂടാരം ഉണ്ടാക്കുന്നതിൽ ജ്ഞാനം കുറവെങ്കിൽ. വേറെ? ബൈബിളിലെ തിയോളജിയുടെ കാര്യത്തിൽ ജ്ഞാനം കുറവെങ്കിലും മാത്രമല്ല, പിന്നെ ഏത് വിഷയത്തിൽ ജ്ഞാനം കുറവെങ്കിലും സ്വർഗത്തിലെ ദൈവം നമ്മെ ആ വിഷയത്തിൽ സഹായിക്കാൻ കാണും. ഇതായിരിക്കണം നമ്മുടെ ഹൃദയത്തിലെ ഒരു വിശ്വാസം. ഇതായിരിക്കണം. കൗൺസിലിങ്ങും ടിപ്സും ഒക്കെ ഒരു ഭാഗത്ത് നിൽക്കും, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവമേ അങ്ങെനിക്ക് എൻ്റെ മക്കളുടെ ഏതൊരു സാഹചര്യത്തിലും അവരെ വളർത്താനായിട്ട് ദൈവം എനിക്ക് ജ്ഞാനം തരുമെന്ന് പൂർണ്ണമായി നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മെ അതിൽ സഹായിക്കും. അതിൻ്റെ ബേസിൽ നിന്ന് വേണം ഇനിയുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാനായിട്ട്. ദൈവം നമുക്ക് തീർച്ചയായിട്ടും ജ്ഞാനം തരും. വൈ? കാരണം മക്കളെ തന്നത് ദൈവമാണ്. The children are gift of God. അങ്ങനെയാണെങ്കിൽ ഈ മക്കളെ വളർത്തുന്ന കാര്യത്തിലും ദൈവം എന്ത് ചെയ്യും? നമ്മളെ സഹായിക്കും. ഒരു സംശയം വേണ്ട. അപ്പോൾ കുട്ടികളെ വളർത്തുന്ന വിഷയത്തിൽ, പല പ്രായക്കാരായ കുഞ്ഞുങ്ങളെ വളർത്തുന്ന വിഷയത്തിൽ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യത്തിലോട്ട് പോവുകയാണ്. എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്, എന്നാലും ഞാനതിങ്ങനെ ചിട്ടയായിട്ട് ക്രമമായിട്ട് ഓരോ 1, 2 എന്നങ്ങ് പറയാനായിട്ട് ശ്രമിക്കുകയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ ഒരു സംഭവമുണ്ട്, നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു സംഭവമാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൻ്റെ 41 മുതൽ 52 വരെയുള്ള വേദഭാഗങ്ങളിൽ, ലൂക്ക് ചാപ്റ്റർ 2 വേഴ്സസ് 41 to 52,
അതിലെഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെസഹ പെരുന്നാളിന് യെരുശലേമിലേക്ക് പോകും. അവന് 12 വയസ്സായപ്പോൾ അവർ പതിവ് പോലെ യെരുശലേമിലേക്ക് പോയി. യേശു അവിടെ താമസിച്ചു. അവൻ്റെ അമ്മയപ്പന്മാരോ അറിഞ്ഞതുമില്ല. യേശു കർത്താവ് യെരുശലേമിൽ താമസിച്ചു. പക്ഷേ യേശു കർത്താവ് കൂടെ ഉണ്ടോ ഇല്ലയോ എന്ന് ഈ അമ്മയപ്പന്മാരറിഞ്ഞില്ല. ഒരു ദിവസത്തെ വഴിയാത്ര ചെയ്ത് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ അറിഞ്ഞത്. അപ്പം ചോദ്യം ഇതാണ്: പിന്നെ എങ്ങനെ അവർക്ക് മനസ്സിലായി യേശു കൂടെ ഇല്ല എന്ന്? അതാണ് ഫാമിലി ലൈഫിൽ, കുടുംബത്തിൽ, കുട്ടികളോടുള്ള ബന്ധത്തിലെ ഒന്നാമത്തെ തിയറി. എങ്ങനെ മനസ്സിലായി കുട്ടി ഇവരുടെ കൂടെ ഇല്ല എന്ന്? ഹൗ ഡിഡ് ദേ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ജീസസ് വാസ് നോട്ട് ദേർ വിത്ത് ദം? ഹൗ? അന്ന് വാട്സപ്പ് ഇല്ല, വാട്സപ്പ് ഗ്രൂപ്പും ഇല്ല. ഇനി പറഞ്ഞേ. ഇവർ നടന്നു വരികയാണ്, അച്ഛനും അമ്മയും നടന്നു വരികയാണ്, 100 കണക്കിന് ആളുകൾ കൂടെയുണ്ട്. ഒരു ദിവസത്തെ വഴി കഴിഞ്ഞ് 2-ാം ദിവസം എത്തിയപ്പോൾ സംഭവം മനസ്സിലായി: യേശു കർത്താവ് കൂടെ ഇല്ല. എങ്ങനെ അവർക്ക് മനസ്സിലായി? എന്നാലോചിച്ച് പറഞ്ഞേ. ഈ സംഭവം മനസ്സിലായോ എവിടെയാണെന്ന്? നിങ്ങളുടെ ഇരിപ്പ് കണ്ടാൽ തോന്നും ഇത് ബൈബിൾ, പുതിയ നിയമമല്ല. ആണല്ലേ? ഓക്കെ. പുതിയ നിയമത്തിൽ യേശു കർത്താവിൻ്റെ കാര്യമായി പറയുന്നത്. യേശു കർത്താവിന് 12 വയസ്സുള്ളപ്പോൾ നടന്നുപോയ സംഭവം. സ്വന്തം മകനെ കാണുന്നില്ല. കേട്ടില്ല? ഡിന്നറിന് കൂടിയപ്പോൾ കാണാം. ഓക്കെ, വെരി ഗുഡ്. നല്ലവണ്ണം വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. ഇവർ യാത്ര ചെയ്യുമ്പോൾ മിക്കവാറും 200, 300, 400 പേർ ഒരുമിച്ചായിരിക്കും യാത്ര ചെയ്യുന്നത്. കാരണം അവർ അങ്ങനെയുള്ള ഒരു യാത്രയാണ്. അത് കൂട്ടുകുടുംബങ്ങളായിട്ട് മാത്രമേ ഒന്ന് പോകാൻ സാധിക്കുകയുള്ളൂ. അവിടെ യാഗത്തിന് പോകുമ്പോൾ പണം കൊണ്ട്, അവിടെ മൃഗങ്ങളെയും കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. 3 ദിവസത്തെ യാത്രയാണ്. ഈ പട്ടിയും പൂച്ചയും എല്ലാത്തിനെയും കൊണ്ടൊന്നും യാത്ര ചെയ്യാൻ പറ്റത്തില്ല. അന്ന് യാഗം കഴിക്കാൻ പശുക്കളെ ആണല്ലോ. പശുവിനെ ആടിനെ കൊണ്ട് ആടിനെ ആണല്ലോ. ആടിനെ കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ പോയിട്ട് വേണം ആടിനെ വാങ്ങാനായിട്ട്. അങ്ങനെയാണെങ്കിൽ 6 ലക്ഷം ആളുകൾ ഒരുമിച്ച് കൂടുന്ന യെരുശലേമിൽ പോയി ആടിനെ വാങ്ങണമെങ്കിൽ ഈ 6 ലക്ഷം ആളുകളും പണവുമായിട്ട് അവിടെ വരണം. പണവുമായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആക്രമിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവർ പോകുന്ന കൂട്ടുകുടുംബങ്ങളായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ 10, 100, 200 പേര് ഒരുമിച്ചായിരിക്കും പോകുന്നത്. ആ കൂട്ടത്തിൽ യേശു കർത്താവിനെ ഒരു ദിവസത്തെ വഴി നടന്നിട്ടും ഇവർ കണ്ടില്ല. പിറ്റേന്നാ മനസ്സിലായി: അയ്യോ, യേശു ഇല്ലല്ലോ. എങ്ങനെ മനസ്സിലായി? കമോൺ. ഡിന്നറിൻ്റെ കാര്യം ശരിയാണ്, നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാം. വേറൊരു കാരണം കൂടെ, ഈ അച്ചായനും അമ്മായിമ്മയും കൂടെ തമ്മിൽ കണ്ടപ്പോൾ എന്തോ ചോദിച്ചു കാണും. യോസേഫ് ഉടനെ അമ്മാമ്മ പറഞ്ഞു: ഞാൻ വിചാരിച്ചു അച്ചായൻ്റെ കൂടെ കാണുമെന്ന്. ഉടനെ അമ്മാമ്മ എന്തോ പറഞ്ഞു, അച്ചായൻ എന്തോ പറഞ്ഞാണ്: അവൻ കൊച്ചുകുട്ടിയല്ലേ, ഞാൻ വിചാരിച്ചു നിൻ്റെ കൂടെ കാണുമെന്ന്. ദ ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ is the biggest problem that we lose our children. കുടുംബത്തിൽ മക്കളെ നഷ്ടപ്പെടുന്നതിൻ്റെ പിന്നിലെ ഒന്നാമത്തെ കാരണം ആശയവിനിമയം ഇല്ലായ്മ തന്നെയാണ്. ആശയവിനിമയം എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത സാധനം. എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ്റെ നിലനിൽപ്പ് തന്നെ സത്യം പറഞ്ഞാൽ ആശയവിനിമയത്തിലാണ്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ആദ്യം എന്തോ സംഭവിക്കുന്നത്? ദയവായി ഇതിനെങ്കിലും ഉത്തരം പറയാമോ? ആദ്യം എന്താ സംഭവിക്കുന്നത്? കരയുന്നു. അത് തന്നെ ഒരു ആശയം നൽകുകയാണ്. ഇങ്ങോട്ടെന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. തിരിച്ച് നമ്മൾ ആ കരച്ചിൽ കേൾക്കുമ്പോൾ നമ്മൾ തിരിച്ചെന്തോ ചെയ്യും? നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടി. കുട്ടിക്ക് ഓക്സിജൻ ശരിയായ രീതിയിൽ കിട്ടുന്നുണ്ട്. പിന്നെ കുട്ടികൾ കരയാൻ തുടങ്ങുന്നു. ആശയവിനിമയം ചെയ്യാണ്. എനിക്ക് വിശക്കുന്നു. കുട്ടി ആശയവിനിമയം ചെയ്യുക. അപ്പോൾ നമ്മൾ തിരിച്ചങ്ങോട്ട് ആ വിശപ്പ് മാറ്റാനുള്ള സംവിധാനം കൊടുക്കുകയാണ്. അങ്ങനെ വളർന്നു വരുന്ന കുട്ടികൾ കൗമാരപ്രായമെത്തുമ്പോൾ നമ്മുടെ പല കുട്ടികളും ശരിയായിട്ട് ഇപ്പോൾ സംസാരിക്കുന്ന പോലുമില്ല. വൈ? മാതാപിതാക്കന്മാരെ ആശയവിനിമയം വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം, ഈ ഇറാഖിൻ്റെ യുദ്ധസമയത്തൊക്കെ ഏത് രാജ്യത്തെയും തകർക്കാനുള്ള ആദ്യത്തെ തന്ത്രം എന്താണെന്ന് അറിയാമോ? ഒരു യുദ്ധം നടന്നാൽ ആദ്യം എതിർ രാജ്യങ്ങൾ ചെയ്യുന്ന, ഒരു രാജ്യത്തെ തകർക്കണമെങ്കിൽ ആദ്യം അവരെവിടാ കൊണ്ട് ബോംബിടുന്നത്? ആ രാജ്യത്തിൻ്റെ എവിടെയാണോ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് അവിടെ കൊണ്ട് ആദ്യം ബോംബിടും.
എയർപോർട്ടുകൾ അവിടെ കൊണ്ട് ആദ്യം ബോംബിടും. എന്തിനാണ്? ഇനി ഈ രാജ്യത്തിൽ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുത്. അപ്പോൾ അവരെ തകർക്കാൻ എളുപ്പമാണ്. ഡു യു നോ the strategy of Satan, how to destroy the family? The main thing he wants to destroy our family കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിലാണ്. കല്യാണം കഴിയുമ്പോൾ ഭയങ്കര കമ്മ്യൂണിക്കേഷനാണ്. കല്യാണത്തിന് മുമ്പാണ് അങ്ങ് ഒടുക്കത്തെ കമ്മ്യൂണിക്കേഷൻ. കല്യാണം കഴിയുമ്പോൾ പിന്നെ കമ്മ്യൂണിക്കേഷൻ്റെ ബഹളമാണ്. ആദ്യത്തെ 2-3 മാസം കമ്മ്യൂണിക്കേഷനോട് കമ്മ്യൂണിക്കേഷൻ. 1ാം പ്രസവം കഴിയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ പകുതി അങ്ങ് തീർന്നു. 2ാം പ്രസവം കഴിയുമ്പോൾ പിന്നെ കമ്മ്യൂണിക്കേഷൻ ഏതാണ്ട് തീർന്നു. പിന്നെ ചെറിയ അത്യാവശ്യം മൂളലും ചീറ്റലും മാത്രമേ കാണത്തുള്ളൂ. ഇപ്പോൾ ഒന്നുമില്ല, വചനപ്രകാരമാണ്. എങ്ങനെ? ഭാഷണമില്ല, വാക്കുകളില്ല, ഒന്ന് പറഞ്ഞേ, ശബ്ദം കേൾപ്പാനുമില്ല, ഫുൾ ഇമോജിയാണ്. പിന്നെ ഗ്രൂപ്പും തുടങ്ങിയിട്ടുണ്ട്. ഇതാ പിള്ളേർ കണ്ടുപഠിക്കുന്നത്. മനസ്സ് തുറക്കാനുള്ള വേദിയില്ല പിള്ളേർക്ക്. കുട്ടികൾക്ക് മനസ്സ് തുറക്കാനുള്ള വേദിയില്ല. കുട്ടികൾക്ക് സംസാരിക്കാൻ ആളില്ല. നമ്മുടെ കുട്ടികൾക്ക് മാതാപിതാക്കന്മാരോട് ശരിയായിട്ട് സംസാരിക്കാനുള്ള സാഹചര്യം കിട്ടുന്നില്ല. അപ്പോഴവരെന്ത് ചെയ്യുന്നു? അവരുടെ ആശയങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ ഹൃദയത്തിലെ സ്വപ്നങ്ങൾ ഇതെല്ലാം പങ്കുവയ്ക്കാനായിട്ട് അവരും ഇങ്ങനെ സെർച്ച് ചെയ്ത് നടക്കുക. ആരുണ്ട് എനിക്ക് ആരെങ്കിലും വേണമല്ലോ. ഒന്നാമത്തെ കാര്യം എന്നുള്ള ഈ കമ്മ്യൂണിക്കേഷൻ സ്ട്രോങ് ആക്കണം. നമ്മുടെ വീട്ടിൽ കമ്മ്യൂണിക്കേഷൻ സ്ട്രോങ് ആക്കണം. വീട്ടിൽ എല്ലാ കുടുംബങ്ങളും, മാതാപിതാക്കന്മാരെ ഈ വീഡിയോയിലൂടെ കാണുന്നവരെ, നിങ്ങളെല്ലാവരും നമ്മുടെ വീട്ടിലിരുന്ന് ഒന്ന് ചിന്തിച്ച് നോക്കണം. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ ഗ്രാഫ് എങ്ങനെയുണ്ടെന്നൊന്ന് ചിന്തിച്ച് നോക്കേണ്ടതുണ്ട്. വളരെ കുറഞ്ഞു പോയിരിക്കുന്നു. ആ കമ്മ്യൂണിക്കേഷൻ കുറയുന്നത് കൊണ്ട് സംഭവിക്കുന്ന പ്രശ്നമെന്ന് പറഞ്ഞാൽ തമ്മിൽ ട്രസ്റ്റ് കുറഞ്ഞു, ആശ്രയം കുറഞ്ഞു. ബിക്കോസ് ഓഫ് ദ ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ വി ആർ നോട്ട് ട്രസ്റ്റിംഗ് ഈച്ച് അതർ ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഈസ് ഹാപ്പനിങ്, ഡൗട്ടിങ് ഈച്ച് അതർ. അങ്ങനെ ആയിരിക്കും അല്ലേ? ഇങ്ങനെ ആയിരിക്കും. ഫ്രഞ്ച് പട തോറ്റുപോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നെപ്പോളിയൻ ഈ ഫ്രഞ്ച് പടയുടെ മുൻപിൽ നിന്ന് ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗം അധികം വരികളൊന്നുമില്ലാത്ത ഒരു ചെറിയ പ്രസംഗമായിരുന്നു. ഫ്രഞ്ച് പട തോറ്റ് തുന്നമ്പാടി വിറച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് നെപ്പോളിയൻ വന്നിട്ട് പ്രസംഗിക്കുകയാണ്. നിങ്ങൾക്കിനി നഷ്ടപ്പെടാനൊന്നുമില്ല, ധൈര്യമായിട്ട് മുന്നോട്ട് വയ്ക്കോ, നമുക്ക് നേടാനുള്ളത് വലിയൊരു ലോകമാണെന്ന് പറഞ്ഞ് പ്രസംഗിച്ച് ആ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ഫ്രഞ്ച് പട നേരിട്ട യുദ്ധങ്ങളെല്ലാം വിജയിച്ച് പിന്നെ നമ്മൾ കാണുന്നത് നെപ്പോളിയൻ വലിയ കിങ് മേക്കറായിട്ട് നിൽക്കുന്ന കാര്യമാണ്. ഒരു ചെറിയൊരു മെസ്സേജ് കൊടുത്തേ ഉള്ളൂ, ആ കംപ്ലീറ്റ് കാര്യങ്ങൾ ചേഞ്ച് ചെയ്തു. നമ്മുടെ മക്കളുമായിട്ടുള്ള ശരിയായ കമ്മ്യൂണിക്കേഷൻ മാതാപിതാക്കന്മാരെ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നമ്മുടെ മക്കളുടെ ഹൃദയത്തെ നമുക്ക് നേടാനായിട്ട് സാധിക്കും. വല്ല സാധ്യതയുണ്ടെങ്കിൽ, മൊബൈൽ ആവശ്യമാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ വല്ല സാധ്യത ഉണ്ടെങ്കിൽ മൊബൈൽ ഉപയോഗത്തിന് ശരിയായ സമയം നമ്മൾ ഫിക്സ് ചെയ്യണം. ഇത് ഭാര്യ ഒരിടത്തിരുന്ന് തോണ്ടുന്നു, ഭർത്താവ് വേറൊരിടത്തിരുന്ന് തോണ്ടുന്നു. പിള്ളേർക്കാണെങ്കിൽ തോണ്ടാനൊന്നുമില്ല, അവസാനം പിള്ളേർ കിട്ടുന്ന എന്തെങ്കിലും എടുത്തിട്ട് അങ്ങ് തോണ്ടുകയാണ്. കർത്താവിനെ കുറിച്ച് പറയുന്നത്, യേശു കർത്താവിനെ കുറിച്ച് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. യേശു കർത്താവ് നമ്മൾ പറയുന്നത് കേൾക്കാനായിട്ട് കാത് കൂർപ്പിച്ചിങ്ങനെ കൊതിയോടെ കാത്തിരിക്കുക. ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ് കമ്മ്യൂണിക്കേഷൻ. ഏദൻ തോട്ടത്തിൽ ഡെയിലി വരുമായിരുന്നു യേശു കർത്താവ്, ദൈവം. എന്തിന്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. പക്ഷെ ഇവരവിടെ ഇല്ല, ഇവർ മരത്തിന്റെ മുന്നിൽ ഒളിച്ചിരിക്കുകയാണ്. ഉടനെ വിളിക്കുകയാണ്, ആദം നീ എവിടെ വാ, we need to communicate, what's happened to you? നമ്മുടെ അനേക കുഞ്ഞുങ്ങൾക്ക് ശരിയായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതിനാൽ പല മരങ്ങളുടെയും പിന്നാലെ ഒളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പറ്റുന്നത് അവരവരുടെ ലോകത്തിലേക്ക് പോകുന്നു. മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഒരാളെ കിട്ടിയാലുണ്ടല്ലോ, അതിനിടയ്ക്ക് വേറെ എന്ത് വന്നാലും നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല. നമ്മുടെ വീട്ടിൽ മനസ്സ് തുറന്ന് സംസാരിക്കാനായിട്ടുള്ള ഒരു വേദി ഒരുങ്ങിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് മൊബൈലിനോടുള്ള ആസക്തി കുറയും. പല മാതാപിതാക്കന്മാരും നേരിടുന്ന ഒരു പ്രശ്നമാണ്. മോസ്റ്റ് ഓഫ് ദ പാരൻസ് ആർ സ്ട്രഗ്ലിംഗ് ബിക്കോസ് ഓഫ് അവർ ചിൽഡ്രൻ ആർ അഡിക്റ്റഡ് വിത്ത് ദ മൊബൈൽ. ഈ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഡോപ്പമിൻ, സെറോട്ടോണിൻ, നോറോപ്പിനെഫ്രിൻ, അഡ്രിനാലിൻ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് രാസവസ്തുക്കളുണ്ട്. ഇവനൊക്കെ കൂടെ അങ്ങ് ഷൂട്ടപ്പ് ചെയ്യും. ഹാപ്പി ഹോർമോൺസ് എന്ന് പറയും. ഇവൻ ഷൂട്ടപ്പ് ചെയ്യുമ്പോൾ പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ആസക്തിയാണ്. പക്ഷേ ഈ മെറ്റീരിയലിനെക്കാളും ദൈവം തന്നിരിക്കുന്ന ആശയവിനിമയം എന്നുള്ള കല നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ ഒരു പരിധിവരെ
ഈ മെറ്റീരിയലിനെക്കാളും എൻ്റെ പപ്പയടുത്ത് സംസാരിക്കുമ്പോൾ ഒരു സന്തോഷം, എൻ്റെ മമ്മിയടുത്ത് സംസാരിക്കുമ്പോൾ ഒരു സന്തോഷം, അതിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ തിരിച്ചു കൊണ്ടുവരണം. ഇയ്യോബിൻ്റെ മക്കൾ ബർത്ത്ഡേ ആഘോഷിക്കാൻ എവിടെ കൂടിയിരുന്നത്? ഇയ്യോബ് പഴയ നിയമത്തിലെ ആ കുഷ്ഠം വന്ന പാർട്ടി, ഭാര്യ വന്നെന്തോ പറഞ്ഞപ്പോൾ നിനക്ക് ഭ്രാന്തുണ്ടെന്ന് പറഞ്ഞ അറിയാലോ കഥ. ഒന്ന് പറഞ്ഞേ. ഇയ്യോബിൻ്റെ മക്കള് ഓരോ സാഹചര്യങ്ങളിലും ഹാപ്പി ആകാനായിട്ട് അവർ കണ്ടെത്തിയ സ്ഥലം ഏതാണ്? സ്വന്തം വീട്ടിലാണ്. നമ്മുടെ മക്കൾ ഹാപ്പിയാകാൻ കണ്ടെത്തുന്ന സ്ഥലം ഏതാണ്? നമ്മുടെ കുട്ടികൾക്ക് കൊതി വരണം. എൻ്റെ പപ്പയുടെ സാന്നിധ്യം, എൻ്റെ മമ്മിയുടെ സാന്നിധ്യം. പപ്പയടുത്തും മമ്മിയടുത്തും പോയി ഒരുമിച്ചിരുന്ന് സന്തോഷിക്കുന്ന ആ ഒരു സാഹചര്യം ഉണ്ടല്ലോ, ഒരുമിച്ചിരുന്ന് ചിരിക്കുന്ന, തമാശ പറയുന്ന ഒരു സാഹചര്യം, അതിലേക്ക് നമ്മുടെ കുട്ടികളെ തിരിച്ചു കൊണ്ടുവരണം. എന്തുകൊണ്ടാണെന്നറിയത്തില്ല, ചില വീടുകളിൽ നേരെ തിരിച്ചാണ്. ചിരിച്ചാലും പാപമാണ്, തമാശ പറഞ്ഞാൽ അതിനേക്കാളും വലിയ പാപമാണ്. ഇപ്പം നരകത്തിൽ പോകുന്നതാണ് ചിന്ത. സ്വർഗത്തിലെ ദൈവത്തെക്കുറിച്ച് 2 പ്രാവശ്യം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, ദൈവം ചിരിക്കുന്നു എന്ന്. അത് ദൈവം മനുഷ്യന് തന്നിരിക്കുന്ന ഒരു വികാരങ്ങളിലൊന്നാണ്. അത് വീട്ടിൽ ശരിയായിട്ട് ഉപയോഗിക്കാൻ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഞാൻ ഒന്നാമത്തെ കാര്യം പറഞ്ഞത്, വീട്ടിൽ ഏറ്റവും വിലയുള്ള മകൻ കാണാതായി. കാരണം ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് പരിശോധിക്കുകയും കുട്ടികൾക്ക് ഈ കമ്മ്യൂണിക്കേഷൻ അതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യണം. മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഒന്ന് ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. ഈ കമ്മ്യൂണിക്കേഷൻ തടസ്സപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, 1 നേരത്തെ പറഞ്ഞ പോലെ മൊബൈലിൻ്റെ സാന്നിധ്യം, 2 അനാവശ്യമായ തോന്നലുകൾ. അത് പ്രത്യേകിച്ച് മലയാളികൾ അതിൽ PhD എടുത്തിട്ടുണ്ട്. എന്താണെന്നറിയാമോ? എല്ലാത്തിനും തോന്നലാണ്, ആവശ്യമില്ലാത്ത തോന്നലാണ്. അങ്ങനെയാണോ എന്തോ ഒന്ന് മനസ്സിൽ വെച്ചുകൊണ്ട്, ഈ മനസ്സിൽ വെച്ചിരിക്കുമ്പോഴാണ് പ്രശ്നം. ഭാര്യയും ഭർത്താവും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു മോൻ അല്ലെങ്കിൽ വീട്ടിലെ മോള് കയറി വരുന്നു. ഉടനെ നമ്മൾ സംസാരം നിർത്തും. പിള്ളേരെന്തോ ചിന്തിക്കും? ഒന്ന് പറഞ്ഞേ. ഇത് എന്നെക്കുറിച്ചെന്തോ, അതാണ് തോന്നലുകൾ. എന്നെക്കുറിച്ചെന്തോ പറഞ്ഞു. ഇനി വൈഫും മോളും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനിടയ്ക്ക് ഭർത്താവ് കയറി വരുന്നു. ഉടനെ വൈഫ് മോളോട് പറയാം, പപ്പ വരുന്നു, മിണ്ടല്ലേ. ഉടനെ പപ്പമാരെന്തോ ചിന്തിക്കും? ഒന്ന് പറഞ്ഞേ. എന്നെക്കുറിച്ച് എന്തോ മോളോട് പറഞ്ഞു കൊടുത്തു. ചിലപ്പോൾ പപ്പയുടെ ബർത്ത്ഡേ എങ്ങനെ ആഘോഷിക്കാമെന്ന് പറഞ്ഞാൽ അവർ വളരെ രഹസ്യമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ കയറി പോകുന്നത്. നമ്മളങ്ങ് പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒരു പരിധിവരെ നമ്മുടെ കുടുംബത്തിൽ പ്രകടമായാൽ കുട്ടികളെ നമ്മളിൽ നിന്നും ഓട്ടോമാറ്റിക്കായിട്ട് അകന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഇതാണ്. മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, ഈ സമയമില്ലായ്മ. നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യം, സമയമില്ല. കുട്ടികളോട് സംസാരിക്കാൻ സമയം കിട്ടുന്നില്ല. ചിലയിടത്തൊക്കെ കൗൺസിലിങ്ങിന് പോകുമ്പോൾ മക്കൾ ഞങ്ങളോട് തന്നെ പറയാറുള്ളതാണ്, അങ്കിളെ കൊതിച്ചു പോവും മമ്മിയോട് സംസാരിക്കാൻ, പക്ഷെ മമ്മിക്ക് സമയമില്ല. കൊതിയോടെ പോവും പപ്പയോട് സംസാരിക്കാം, പക്ഷെ പപ്പയ്ക്ക് സമയമില്ല. ശരിയാണ്, അമേരിക്ക പോലുള്ള ഈ ഒരു രാജ്യത്തിൽ നിങ്ങൾ രണ്ടുപേരും, മാതാപിതാക്കന്മാർ രണ്ടുപേരും അതുപോലെ അധ്വാനിച്ചാൽ മാത്രമേ ശരിയായ കാര്യങ്ങൾ മുന്നോട്ട് പോകുകയുള്ളൂ. നിങ്ങൾക്ക് രണ്ടുപേർക്ക് സമയം കിട്ടുന്നില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ സമയം നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുക, കുറച്ചെങ്കിലും. ഈ ടേബിൾ ടോക്ക് എന്നൊക്കെ പറഞ്ഞുള്ള സംവിധാനങ്ങളുണ്ട്. നമ്മുടെ വീട്ടിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിലൂടെ സംസാരിക്കുക. അതുപോലെ തന്നെ ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളിൽ അങ്ങനെ നമുക്ക് സമയം ചിലവഴിക്കാം. പരമാവധി എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തി ഒന്ന് ഒരുമിച്ച് ആശയവിനിമയം നടത്താനായിട്ട് ശ്രമിക്കുക. ഞാൻ തിരിച്ച് രണ്ടാമത്തെ കാര്യത്തിലോട്ട് പോവുകയാണ്. കുട്ടികളെ വളർത്തുന്നതോടുള്ള ബന്ധത്തിൽ രണ്ടാമത്തെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഏത് പ്രായക്കാരെയും നമ്മൾ രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത്, respect our children. Why? Because our children is given by God. ദൈവം തന്നതാണ് മക്കൾ. അതുകൊണ്ട് മക്കളെ ബഹുമാനിക്കണം നമ്മൾ. എങ്കിലേ ബഹുമാനം തിരിച്ച് ബാക്കി ഒന്ന് പൂരിപ്പിച്ചേ തിരിച്ച് കിട്ടത്തുള്ളൂ. ഗീവ് റെസ്പെക്റ്റ്. ശരിയായിട്ട് നമ്മുടെ മക്കളുടെ വ്യക്തിത്വത്തെ മനസ്സിലാക്കി അവരെ ബഹുമാനിക്കണം. അവരുടെ ആശയങ്ങൾ ചിലപ്പോൾ നമുക്ക് വൈരുദ്ധ്യം കാണും. അവർ പറയുന്നത് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടെന്നിരിക്കത്തില്ല. പക്ഷേ അത് ശരിയായിട്ട് പൊളൈറ്റായിട്ടൊന്ന് കാര്യങ്ങൾ പറയാൻ നമ്മൾ ശ്രമിക്കണം.
അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, ഇതൊക്കെ ചിലപ്പോൾ അവർ നമ്മുടെ ഇങ്ങോട്ട് പറയും. ഇത് പറയുമ്പോൾ അവരെ ബഹുമാനത്തോടെ വേണം അവരോട് ഇടപെടാൻ. അതിൻ്റെ കാരണം ഒരു നാളിൽ കുട്ടികൾ തിരിച്ച് അവർക്ക് കിട്ടിയത് തിരിച്ച് നമുക്ക് തരും. അതങ്ങനെയാണ്. ദൈവം നൽകിയ സമ്മാനങ്ങളാണ് നമ്മുടെ മക്കളെന്നുള്ള ചിന്തയുണ്ടെങ്കിൽ, എൻ്റെ മകനാണ്, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും എന്നല്ല ചിന്തിക്കേണ്ടത്. എൻ്റെ മക്കളാണ്, ശരിയാണ്, പക്ഷേ അവർക്ക് ബഹുമാനം കൊടുത്ത് ബഹുമാനം എടുക്കാനായിട്ട് സ്വീകരിക്കണം. ഒരിക്കൽ ഒരു മമ്മി ഈ മോനെ കൊണ്ട് കൗൺസിലിങ്ങിന് ഒന്ന് പറഞ്ഞു, എൻ്റെ സാറേ, ഈ പയ്യനാ പറഞ്ഞ, എൻ്റെ സാറേ എനിക്കൊരു സ്വാതന്ത്ര്യമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ഈ സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറയാൻ കാരണം? ഞാൻ എത്ര ഇഡലി തിന്നണമെന്ന് തീരുമാനിക്കുന്ന മമ്മിയാണ്. അത് പിന്നെയും സഹിക്കാം, അടുത്ത് പറഞ്ഞത് രസം. ഞാൻ ഹോംവർക്ക് എഴുതാൻ പോലും മമ്മി സമ്മതിക്കത്തില്ല, എൻ്റെ ഹോംവർക്ക് ഫുൾ എഴുതുന്ന മമ്മിയാണ്. ഇങ്ങനെ ഒരു മമ്മിയെ കിട്ടിയതിന് ഹോംവർക്ക് എഴുതാൻ സമ്മതിക്കാത്ത മമ്മി. അപ്പോൾ എന്നിട്ട് ഇദ്ദേഹം പറയും, ഞാനൊരു വ്യക്തിയല്ലേ, എനിക്ക് എൻ്റേതായ ചില കാര്യങ്ങളില്ലേ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് എനിക്ക് തോന്നണമെങ്കിൽ എനിക്ക് അതിൻ്റെതായ ഒരു സ്വാതന്ത്ര്യം വേണ്ടേ? കുട്ടികളെ ശരിയായിട്ട് നമ്മൾ ബഹുമാനിക്കണം. മാതാപിതാക്കന്മാരെ നമ്മൾ അങ്ങോട്ട് ബഹുമാനിച്ചാൽ അവർ നാളെ ഇങ്ങോട്ട് ബഹുമാനിക്കും. കാരണം ഒരു കാലത്ത് നമ്മൾ നല്ല പ്രായമായി വരും, നമ്മൾ വയസ്സായി വരുമ്പോൾ അവരന്ന് പറയും, എൻ്റെ പപ്പയും മമ്മിയും എന്നെ ശരിയായ രീതിയിൽ വില കൊടുത്തു, എനിക്ക് ശരിയായ രീതിയിൽ ഒരു ബഹുമാനം തന്നു, അവരെനിക്ക് വാല്യൂ തന്നു, ഞാൻ പറഞ്ഞതിനെ ചിരിച്ച് പുച്ഛിച്ച് കളഞ്ഞില്ല. ചിലപ്പോൾ കുട്ടികൾ അവരുടെ ചില പോയിൻറ്റ്സൊക്കെ നമ്മുടെ അടുത്ത് പറയും, പപ്പ ഇങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത്, മമ്മി ഇങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത്. ഉടനെ ചാടിക്കറി, നിനക്കൊന്നും അറിയത്തില്ല, നിനക്കൊരു ചുക്കും അറിയത്തില്ല, ഞങ്ങളെ തീരുമാനിക്കുക എന്തോ ചെയ്യണമെന്ന്. അങ്ങനെയല്ല പറയേണ്ടത്. ഈ കുട്ടികൾ സാധാരണ ചിലപ്പോൾ നമ്മുടെ സഭയിലൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ പൊതു സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ ബൈബിളൊക്കെ തുറന്ന് അതിനകത്തോട്ട് വരയ്ക്കാൻ ശ്രമിക്കും. നമ്മൾ സാധാരണ എന്ത് പറയും? അതിൽ വരയ്ക്കരുത് എന്ന് പറയും. പക്ഷേ വരയ്ക്കരുതെന്ന് പറയുമ്പോൾ നമ്മൾ അതിന് പകരമായിട്ട് വേറെ എന്തെങ്കിലും കൊടുക്കണം. അപ്പോൾ എനിക്ക് വരയ്ക്കാൻ പറ്റും, എങ്ങനെ? നിനക്ക് വേറൊരു ബുക്ക് ഞാൻ തരാം. അപ്പോൾ എങ്ങനെ ഇത് ക്രിയേറ്റീവായിട്ട് കുട്ടിയുടെ ചില ടാലൻസ്, കഴിവുകൾ, പറയുന്ന ആശയങ്ങൾ, സ്വപ്നങ്ങൾ, ഇതൊക്കെ എങ്ങനെയാണ് എന്ന് ശരിയായിട്ട് കുട്ടിക്ക് തിരിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഒരു ആശുപത്രി കൊണ്ടുപോകുന്നു, ചിലപ്പോൾ ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ കുട്ടി അത് സ്വന്തമായിട്ട്, കുട്ടിയുടെ ഇഞ്ചക്ഷൻ നമുക്ക് വാങ്ങാൻ പറ്റുമോ? ഇല്ല. കുട്ടി തന്നെ ചിലപ്പോൾ കുട്ടിയുടെ മരുന്ന് നമുക്ക് കഴിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ കുട്ടി അത് സ്വന്തം കാലിൽ നിൽക്കട്ടെ, നേരിടട്ടെ. ഇന്ത്യ കണ്ട മഹാരഥന്മാരിൽ ഒരാളാണ് രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധിയുടെ അമ്മയുടെ പേരെന്താണ് അറിയാമോ? ഇടയ്ക്ക് ഒരിടത്ത് ചോദിച്ചപ്പോൾ സോണിയാഗാന്ധി എന്ന് പറഞ്ഞു. ഇന്ദിരാഗാന്ധി. ഈ രാജീവ് ഗാന്ധിക്ക് പല്ലുവേദന വന്നു. പല്ലുവേദന വന്നപ്പോൾ ആശുപത്രി കൊണ്ടുപോയി. കൊച്ചുകുട്ടിയാണ്, ആശുപത്രി കൊണ്ടുപോയപ്പോൾ ഇന്ദിരാഗാന്ധി ഈ രാജീവ് ഗാന്ധിയോട് പറഞ്ഞു, മോനെ പല്ലുവേദന വന്നു, നിന്നെ ആശുപത്രി കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോയി അകത്തോട്ട് കയറ്റിയപ്പോൾ ഈ ഇന്ദിരാഗാന്ധി മകനോട് പറയുകയാണ്, മോനെ അകത്ത് പോയി നിന്നെ പിടിച്ച് കിടത്തിയിട്ട് ഒരു പ്രത്യേക, അന്നത്തെ കാലത്താണ്, ഒരു കൊടില് പോലുള്ള ഒരു സാധനം വെച്ച് പല്ല് വലിച്ചെടുക്കും, ഭയങ്കര വേദനയായിരിക്കും, പക്ഷേ ഞാൻ വെളിയിൽ കാണും, അത് കഴിഞ്ഞിട്ട് ഞാൻ നിൻ്റെ അടുത്തോട്ട് വരും. സ്വന്തം വേദന സഹിക്കാനായിട്ട് ഈ അമ്മ ഈ മകനെ പഠിപ്പിച്ചത് കൊണ്ട് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഒരു ഇന്ത്യയെ സ്വാധീനിച്ച ഒരു മഹാരഥനായിട്ട് തീർന്നു ഈ രാജീവ് ഗാന്ധി എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ആശയം എന്നുള്ളത് നമ്മുടെ മക്കളുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് അവർ നേരിടേണ്ടത് അവരെ കൊണ്ട് തന്നെ അതിനെ നേരിടാൻ പഠിപ്പിക്കണം. അവരുടെ വ്യക്തിത്വത്തെ ശരിയായിട്ട് നമ്മൾ ബഹുമാനിക്കണം എന്നുള്ളതാണ് രണ്ടാമത് എനിക്ക് പറയാനുള്ളത്. അടുത്തതിലോട്ട് ഞാൻ പോവുകയാണ്. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലോട്ട് പോവുകയാണ്. മൂന്നാമത്തെ കാര്യം എന്നുള്ളത്, കുട്ടികൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു വാക്ക്, പപ്പയ്ക്കും മമ്മിക്കും എന്നോട് ഒന്ന് പൂരിപ്പിച്ചേ, ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ, സ്നേഹമില്ല. അപ്പോൾ ഇവിടെ അവിടെ എല്ലായിടത്തും, ലോകത്തിൽ എല്ലായിടത്തും ഒരേപോലത്തെ പ്രശ്നമാണ്. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു എന്ന് പറഞ്ഞ പോലെ. പപ്പയ്ക്കും മമ്മിക്കും എന്നോട് സ്നേഹമില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ യഥാർത്ഥത്തിൽ അവരെ സ്നേഹിക്കുന്നുണ്ടോ? പിന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ പിന്നെ ഈ ക്ലാസ് കേൾക്കാൻ വന്നിരിക്കുമോ?
അല്ലേ? നമ്മളവരെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ കുട്ടികൾ അവർ തന്നെ ഇങ്ങോട്ട് പറയുകയാണ് ഞങ്ങളെ നിങ്ങൾ സ്നേഹിക്കുന്നില്ല. അപ്പോൾ ഇതിൽ ആരെ വിശ്വസിക്കണം? Children are expecting our love, and we are telling that yeah, we are loving you. From the heart we are loving you. And the children are telling you are not loving me. അപ്പോൾ ഇതിലേതാ ശരി? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കുട്ടികൾക്ക് സ്നേഹവും കരുതലും നമ്മൾ കൊടുക്കുന്നുണ്ട്, പക്ഷേ അവർക്കത് ഫീൽ ചെയ്യുന്നില്ല. നമ്മുടെ കുട്ടികൾക്ക് അത് ഫീൽ ചെയ്യണം. യെസ്, എൻ്റെ പപ്പ എൻ്റെ മമ്മി എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഈ സ്നേഹത്തിൻ്റെ പിന്നിൽ ഒരു വലിയൊരു കാര്യമുണ്ട്. വൈ വി വർഷിപ്ഡ് ടുഡേ മോർണിംഗ്, വൈ വി കെയിം ഫോർ ദ വർഷിപ്പ്, ദ റീസൺ ഹി ലവ്ഡ് us. ദൈവം നമ്മെ സ്നേഹിച്ചു എന്നുള്ള ആ സ്നേഹം ആണ് നമ്മെ രാവിലെ എഴുന്നേറ്റ് ഇവിടെ വരാൻ പ്രേരിപ്പിച്ചത്. ദൈവം കാൽവരിയിലെ കുരിശിൽ മരിച്ച ആ സ്നേഹമുണ്ടല്ലോ, ആ സ്നേഹത്തിൻ്റെ മുൻപിൽ നമ്മൾ വീണുപോയി. ആ സ്നേഹമാണ് ദൈവം പറയുന്ന കൽപ്പനകൾ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിച്ചത്. ആ സ്നേഹമാണ് നമ്മെ ത്യാഗമനോഭാവത്തോടെ ജീവിക്കാൻ സഹായിക്കുന്നത്. ദാറ്റ് ലവ്, അതാണ് ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം. നമ്മൾ നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നു എന്നുള്ളത് ലെറ്റ് ദം ഫീൽ. ഈ ഭാര്യ ഭർത്താക്കന്മാർ സാധാരണ പറയുന്ന ഒരു ഡയലോഗുണ്ട്. മിക്കവാറും സഹോദരിമാർ പറയും, അച്ചായൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതല്ലാതെ ഒന്ന് പറഞ്ഞേ, എനിക്കത് ഫീൽ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അച്ചായൻ പറയും, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നിനക്കറിഞ്ഞൂടെ, പിന്നെ ഞാൻ വേറെ ആരെ സ്നേഹിക്കാൻ, നീയല്ലേ എൻ്റെ എല്ലാം. ഉടനെ ഭാര്യ പറയും, നിങ്ങൾ അങ്ങനെ തള്ളുകയൊന്നും ചെയ്യേണ്ട, ഉള്ളത് പറ. ഈ പറച്ചിൽ മാത്രമല്ലേ ഉള്ളൂ. ഈ സഹോദരിമാർ പറയും, അച്ചായൻ ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ. ഇതാ പിള്ളേരും പറയുന്നത്, ഈ പറച്ചിൽ മാത്രമല്ലേ ഉള്ളൂ. പക്ഷേ ഇത് ആക്ഷൻ ഓറിയൻറ്റഡ് ആകണ്ടേ? നമ്മൾ നമ്മുടെ കുട്ടികളെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ? തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ അത് അവർക്ക് ഫീൽ ചെയ്യണം, അവർക്കത് തോന്നണം. എൻ്റെ പപ്പ എൻ്റെ മമ്മി എന്നെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്നേഹവും കരുതലും കുട്ടികൾക്ക് ശരിയായി അങ്ങോട്ട് പോയാൽ, ദൈവം നമ്മെ ശരിയായി സ്നേഹിച്ചത് കൊണ്ടാണ് ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിക്കാൻ നമുക്ക് ഭയങ്കര ആവേശമാണ്, ദൈവത്തെ ആരാധിക്കാൻ ഭയങ്കര ആവേശമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ കുട്ടികളെ സ്നേഹിക്കുമ്പോൾ അതവർക്ക് ഫീൽ ചെയ്താലുണ്ടല്ലോ, നമ്മൾ പറയുന്നത് ഈസി ആയിട്ട് അവർ കേൾക്കാൻ നിൽക്കും. പപ്പ, വാട്ട് ഈസ് നെക്സ്റ്റ്, വാട്ട് ഐ വാണ്ട് ടു ഡു ഫോർ യു, ഐ നോ ബിക്കോസ് യു ലവ് മീ. അങ്ങനെ സ്നേഹിക്കുന്നു. മമ്മിയുടെ സ്നേഹം എനിക്കറിയാം മമ്മി എന്ന് കുട്ടികൾ ഇങ്ങോട്ട് പറയണം. നമ്മൾ പറയിപ്പിക്കരുത്. ഒരു മാസത്തേക്ക് ഞാൻ നിങ്ങൾക്ക് ഇതൊരു ഹോംവർക്കായിട്ട് തരികയാണ്. നമ്മൾ അങ്ങോട്ട് പറയിപ്പിക്കരുത്. പക്ഷെ കുട്ടികളുടെ വായിൽ നിന്ന് ഇത് ഇങ്ങോട്ട് വരണം. ലെറ്റ് ദം ടെൽ ദാറ്റ് യെസ്, മൈ മം, മൈ ഫാദർ, ദേ ലവ് മീ. അതങ്ങനെ പറയണമെങ്കിൽ നമ്മൾ ആദ്യം വായിച്ച ഒരു വാക്യമുണ്ടല്ലോ, കർത്താവേ എനിക്ക് ജ്ഞാനമില്ല, എങ്ങനെ സ്നേഹം കാണിക്കണമെന്ന് പഠിപ്പിക്കണമേ. കാരണം നമ്മുടെ സ്നേഹം അല്ലേ നമ്മൾ ഈ പ്രകടിപ്പിക്കാനായിട്ട് സകല ശ്രമവും നടത്തുന്നത്. പക്ഷെ പിള്ളേർ പറയാ, പപ്പയുടെ സ്നേഹം ഞങ്ങൾക്ക് കിട്ടുന്നില്ല, മമ്മിയുടെ സ്നേഹം ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഈ റിയൽ ലവ് കിട്ടാതിരുന്ന പിന്നെ ഡ്യൂപ്ലിക്കേറ്റിൻ്റെ പിന്നാലെ പോവുകയാണ്. സി, ഹിയർ ഈസ് ദ റിയൽ ലവ്. പക്ഷെ അവർക്കത് കിട്ടുന്നില്ല, അവർ ഡ്യൂപ്ലിക്കേറ്റിൻ്റെ പിന്നാലെ പോകുന്നു. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ പാരൻറ്റിങ് എന്നുള്ള ആ പൊസിഷൻ ഉപയോഗിച്ച് റിയൽ ലവ് എന്താണെന്ന് കാണിക്കാൻ ദൈവം നമുക്ക് അനന്ത സാധ്യത തന്നിരിക്കുകയാണ്. ദൈവത്തിൽ അങ്ങ് ആശ്രയിച്ചേ, കർത്താവേ എൻ്റെ മക്കളെ ഞാൻ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവായിട്ട് ഞാൻ ജോലിക്കൊക്കെ പോകുന്നു, കാര്യം ശരിയാണ്. പക്ഷേ അവർക്കത് മനസ്സിലാകുന്നില്ല കർത്താവേ. അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല കർത്താവേ, എന്നെ അതൊന്ന് പഠിപ്പിക്കണമേ. നിങ്ങളിൽ ഒരാൾക്ക് ജ്ഞാനം കുറവെങ്കിൽ ചോദിച്ചോ ധൈര്യമായിട്ട്, ദൈവം അത് തരും. ദൈവസന്നിധിയിൽ പപ്പയും മമ്മിയും ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് കൈപിടിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ പിള്ളേർക്ക് ഇത് തോന്നണം, ഞങ്ങൾ അവരെ സ്നേഹിക്കുന്നുവെന്ന്. അങ്ങനെ അവർക്ക് തോന്നിയാൽ വിജയിച്ചു. ഞാൻ അടുത്ത ഇതിലോട്ട് പോവുകയാണ്, 4ാമത്തെ കാര്യത്തിലോട്ട് പോവുകയാണ്. ഇത് മലയാളികൾക്ക് മാത്രമുള്ള ഒരു കാര്യമാണെന്ന് തോന്നുന്നു. ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമുണ്ട് മക്കളോട്. ഏതാണ്? സീൽ തുടങ്ങുന്ന വാക്ക്. എക്സലന്റ്. കമ്പാരിസൺ. ഭാര്യ ചിക്കൻ കറി ഉണ്ടാക്കി, ഭർത്താവ് അത് കഴിച്ചതിന് ശേഷം കമ്പാരിസൺ ചെയ്താൽ എന്തോ ചിന്തിക്കും? എന്തായിരിക്കും അന്ന് അവിടെ നടക്കാൻ പോകുന്നത്? അമേരിക്കയിൽ സുനാമി. ഭർത്താവ് പറയാണ്, കഴിഞ്ഞ ആഴ്ച മറ്റേ ഭവനയോഗത്തിന് ആ ചിക്കൻ കറി ഉണ്ടാക്കി, ആ വീട്ടിലെ ചിക്കൻ കറി എന്തോ സൂപ്പറായിരുന്നു, നീ പറ്റുകയാണെങ്കിൽ അതൊന്ന് പഠിക്കണേ. അതോടെ തീർന്നു കിട്ടും. നമുക്കിഷ്ടമല്ല കമ്പാരിസൺ. ഇനി ഭർത്താക്കന്മാരോട് ചോദിക്കുകയാണ്, ഭർത്താക്കന്മാരെ
നിങ്ങൾ ഞായറാഴ്ച വന്ന് ആരാധനയ്ക്ക് ചിന്തയൊക്കെ പറഞ്ഞ് വീട്ടിലെത്തുക. പൊതുവെ പുരുഷന്മാർ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. ചിന്ത പറഞ്ഞ് വീട്ടിലെത്തുമ്പോൾ അമ്മാമ്മ അച്ഛാ സൂപ്പറായിരുന്നു കേട്ടോ, ഇതാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ പോകുമ്പോഴാണ് ഭാര്യ പറയുന്നത്, എന്തുവാ പറഞ്ഞത്, കഴിഞ്ഞ ആഴ്ച ഗ്രീക്കിലാണ് മറ്റേ ബ്രദർ പറഞ്ഞത്, ഒന്നുമില്ലെങ്കിൽ 2 ഇംഗ്ലീഷെങ്കിലും പറയണ്ടേ. ഇവിടെ നമുക്കിഷ്ടമല്ല കമ്പാരിസൺ, എന്നിട്ട് നമ്മൾ പിള്ളേരെ കമ്പാരിസൺ ചെയ്യുകയാണ്. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, അടുത്ത വീട്ടിൽ ആ മോനെ കണ്ടോ, മറ്റേ ആ മോനെ കണ്ടോ. അയ്യോ, എനിക്കാണെങ്കിൽ ഈ പ്രത്യേകിച്ച് ഈ കോമ്പറ്റീഷൻസിൽ നമ്മുടെ കുട്ടികളെ ഇങ്ങനെയിട്ട് പീഡിപ്പിക്കരുത്. ഇവിടെ അങ്ങനെ ഇല്ല എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ആ കുട്ടി പാട്ടിന് ഇത്രയും സമ്മാനം വാങ്ങിച്ചു, മറ്റേ ആൾ 150 വാക്യം പറഞ്ഞു, നിനക്ക് ഒരു വാക്യമെങ്കിലും അറിയാമോ? കമ്പാരിസൺ ചെയ്യരുത്. ഈ മലയാളത്തിലൊരു ചൊല്ലുണ്ടല്ലോ, കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. നമ്മുടെ മക്കളെ കമ്പാരിസൺ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് എന്താണെന്നറിയാമോ? അവർക്ക് അവരുടെ വിൽ പവർ അങ്ങ് കുറയും. അപ്പോൾ എനിക്ക് കഴിവില്ലെന്ന് മമ്മി പോലും മെനഞ്ഞാന്ന് പറഞ്ഞു, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ലെന്ന് പപ്പ പോലും പറഞ്ഞു, എനിക്കൊന്നും സാധിക്കത്തില്ലെന്ന് പലവട്ടം മമ്മി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുട്ടികൾ വളർന്ന് ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട മേഖലകൾ നേരിടുന്ന കാലഘട്ടമാകുമ്പോൾ നമ്മൾ പറഞ്ഞ ഓരോ വാക്കുകളും അവരെ സ്വാധീനിക്കും. അന്ന് അവർ ഇതെല്ലാം എടുത്തു പറയും. പക്ഷേ നമ്മൾ ഇന്ന് കുട്ടികളോട് പറയാം, മോനെ കൊള്ളായിരുന്നു കേട്ടോ, നന്നായിരുന്നു, അതെ അത് നല്ലായിരുന്നു, കുഴപ്പമില്ലായിരുന്നു, അല്പം കൂടെ ചെയ്താൽ മതി, കുഴപ്പമില്ല എന്ന് പറഞ്ഞൊന്ന് പ്രോത്സാഹിക്കുമ്പോൾ അവന് ഭയങ്കര വിൽ പവറായിരിക്കും. കമ്പാരിസൺ ഒരു കാരണവശാലും നടത്തരുത്. ഭർത്താക്കന്മാർക്കും ഇഷ്ടമല്ല, ഭാര്യമാർക്കും ഇഷ്ടമല്ല എങ്കിൽ നമ്മുടെ കുട്ടികൾക്കും അത് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. മൂത്ത കുഞ്ഞിനെയും ഇളയ കുഞ്ഞിനെയും കമ്പയർ ചെയ്യരുത്, ആൺകുട്ടിയെയും പെൺകുട്ടിയെയും കമ്പയർ ചെയ്യരുത്. എല്ലാവരും യുണീക്കാണ്. യേശു കർത്താവിൻ്റെ കൂടെ 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. യേശു കർത്താവ് ഏതൊക്കെ മേഖലകളിലാണ് കമ്പയർ ചെയ്തത് പറയാമോ? ഈ ശിഷ്യന്മാരെയൊക്കെ ഏതൊക്കെ മേഖലകളിലാണ് യേശു കർത്താവ് യൂദയെക്കുറിച്ചും മറ്റുള്ളവരെ താരതമ്യം ചെയ്ത് പറഞ്ഞത്? ന്യായമായിട്ട് പറയേണ്ടതല്ലേ? ഒരിടത്ത് പോലും പറഞ്ഞിട്ടില്ല. ശ്രദ്ധിച്ചോണേ, നിൻ്റെ കൂടെ ഒരു അലമ്പനുണ്ട്, അവൻ അവസാനം തന്നെ ഒറ്റിക്കൊടുക്കും, നോക്കിക്കോണം. ഇനി പത്രോസിനെ കുറിച്ച് യോഹന്നാനോട് വേണമെങ്കിൽ പറയാം, അവൻ ഭയങ്കര എടുത്തിയാട്ടക്കാരനാണ്. ഒറ്റിക്കൊടുക്കുന്ന യൂദയെക്കുറിച്ച് ഒരിക്കൽ പോലും കർത്താവായ യേശുക്രിസ്തു മറ്റ് 11 ശിഷ്യന്മാരോടുകൂടെ കമ്പയർ ചെയ്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ, ദൈവം ദാനമായി നൽകിയ നമ്മുടെ മക്കളെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഏതെങ്കിലും രീതികളിൽ നമ്മൾ കമ്പയർ ചെയ്താൽ അത് ദൈവസന്നിധിയിൽ പാപമാണ്. ചെയ്യരുത്. കാരണം എല്ലാവരും യുണീക്കാ. കമ്പാരിസൺ കുട്ടികളുടെ ആത്മവിശ്വാസം തകർക്കും. അത് കൂടുതൽ ഭാവിയിൽ ദോഷം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി 5ാമത്തെ കാര്യത്തിലോട്ട് ഞാൻ പോവുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ അടുത്തൊരു ലെവൽ, ഇത്രയും കഴിയുമ്പോൾ അടുത്തൊരു ലെവലിലോട്ട് നമ്മൾ പോകേണ്ടി വരും. ഇതെല്ലാം കൂടെ എത്തിക്കുന്ന അടുത്ത ലെവൽ, 5ാമത്തെ കാര്യം എന്നുള്ളത് കുട്ടികളെ ഭാവി ജീവിതം എന്താണെന്ന് നേരിടാൻ പഠിപ്പിക്കണം. ടു ട്രെയിൻ ദം ടു ഫേസ് ദ ഫ്യൂച്ചർ. അത് പക്ഷേ പൊതുവേ ഈ അമേരിക്കൻ കൾച്ചറിൽ പെട്ടെന്ന് കുട്ടികൾ പഠിച്ചെടുക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു 11-12 വയസ്സ് കഴിയുമ്പോൾ തന്നെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള പല കാര്യങ്ങളും പഠിച്ചെടുക്കുന്നുണ്ട്. അത് ഏറ്റവും നല്ല കാര്യം. അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ഉത്തരവാദിത്വങ്ങൾ നൽകണം. അവരെ കൊണ്ടത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ആ രീതിയിൽ കുട്ടികളെ പഠിപ്പിച്ചെടുക്കണം. എലീശ പ്രവാചകൻ്റെ അടുക്കലേക്ക് പ്രവാചക ശിഷ്യന്മാരിൽ ഒരുത്തി വിധവ വന്ന് പറയുന്ന ഒരു വാക്കുണ്ട്, അയ്യോ പ്രവാചകനെ, അങ്ങയുടെ ശിഷ്യന്മാരിൽ ഒരാളായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, ഇപ്പോൾ കടക്കാരി എന്നെ പിടിക്കാൻ വന്നിരിക്കുകയാണ്. ഉടനെ ഈ പ്രവാചകൻ തിരിച്ച് അങ്ങോട്ട് എന്താ പറയുന്നത്? നിൻ്റെ പക്കൽ എന്തുണ്ട്? എൻ്റെ പക്കൽ കുറച്ച് എണ്ണയുണ്ട്. ഒരു കാര്യം ചെയ്തോ, അടുത്ത വീടുകളിലൊക്കെ പോയിട്ട് വെറും പാത്രം വാങ്ങിച്ച് നിറയ്ക്കാൻ പറഞ്ഞു. ആ കൂട്ടത്തിൽ അടുത്തൊരു കാര്യം സംഭവിച്ചു. അടുത്തെഴുതി വച്ചിരിക്കുന്നത്, ഈ അമ്മ വീട്ടിൽ പോയിട്ട് കുട്ടികളോട് പറഞ്ഞു, എന്താ പറഞ്ഞു? പാത്രം എടുത്തിട്ട് വരാൻ. അടുത്തെല്ലാ വീട്ടിലും പോയി പാത്രം വാങ്ങാൻ പറഞ്ഞു. ഈ ആമ്പിള്ളേരെല്ലാം കൂടെ, ആമക്കളെല്ലാം കൂടെ പോയിട്ട് പാത്രം വാങ്ങിച്ചിട്ട് വന്നു. അവരെ ആ സ്ട്രഗിളിൻ്റെ സാഹചര്യത്തിൽ അവരെയും കൂടെ നിർത്തി ആ കാര്യത്തിന് അവർക്ക് ട്രെയിനിങ് കൊടുത്തു.
മാതാപിതാക്കന്മാരെ, നമ്മുടെ കുട്ടികളെ അവർ ഭാവിയിൽ ഏത് തലത്തിലോട്ട് എത്തണമെന്നുള്ളത് പഠിപ്പിച്ചെടുക്കാനായിട്ട് ചെറുപ്രായം മുതലേ തന്നെ ട്രെയിനിങ് കൊടുക്കണം. അതിന് കുട്ടികളുടെ മനസ്സറിഞ്ഞാലേ പറ്റത്തുള്ളൂ. അവരെ സ്വന്തം കാലിൽ നിൽക്കാനും ഭാവിയിൽ അടുത്ത വീട്ടിലേക്ക് പോകേണ്ടവരാണെന്നുള്ള ചിന്തയിൽ തന്നെ നമ്മൾ ട്രെയിനിങ് കൊടുക്കണം. നാട്ടിലും ഇവിടെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രശ്നം, ഈ കുട്ടികളുടെ മേൽ ഭയങ്കര പൊസഷനാണിപ്പോൾ. കല്യാണം കഴിഞ്ഞാലും പിള്ളേരെ വെറുതെ വിടത്തില്ല. ബാക്കിൽ നിന്ന് മറ്റേ ഫിസിലടിച്ച് മറ്റേ റഫറി പോകുന്ന പോലെ ഇങ്ങനെ ബാക്കിൽ നിന്ന് നടക്കും. ഓരോ ദിവസവും വിളിക്കും, മോളെ കല്യാണം കഴിഞ്ഞാൽ ആ വീട്ടിൽ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ. ദയവായിട്ട് വിളിച്ച് ചോദിക്കരുത്, അവർ സ്വസ്ഥമായിട്ട് ജീവിച്ചോട്ടെ. അവരവരുടെ കാലിൽ നിൽക്കാൻ പഠിക്കട്ടെ. പ്രശ്നങ്ങൾ വരുമ്പോൾ ആവശ്യമെങ്കിൽ നമ്മൾ സഹായിക്കാൻ പോയാൽ മതി. ചിലർ പറയും അത് കൊച്ചു പിള്ളേരാണ്, അതുകൊണ്ടാ. കൊച്ചു പിള്ളേരെ കല്യാണം കഴിപ്പിക്കുന്നത് പാപമാണ്, ഒന്നും അറിയത്തില്ല, അതുകൊണ്ടാണെന്ന്. അപ്പോൾ പ്രപ്പോസൽ വന്നപ്പോൾ എന്താ പറഞ്ഞത്? അവനെല്ലാം അറിയാം, അവൻ നല്ല പയ്യനാണ്. ഇപ്പോൾ എന്താ പറയുന്നത്? അവനൊന്നും അറിയത്തില്ല എന്ന്. എടാ, ഇത് നേരത്തെ പറയണ്ടായിരുന്നു. പെൺകുട്ടികളെ കല്യാണം ഇപ്പോഴും പറയുന്നു അവൾക്കൊന്നും അറിയത്തില്ല, അതാണ് മമ്മി എപ്പോഴും പോയി സഹായിക്കാൻ നിൽക്കുന്നതെന്ന്. അന്നെന്തോ പറഞ്ഞത്? അന്ന് പറഞ്ഞത് അവൾക്കെല്ലാം അറിയാം, പാചകം A to Z. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, കുട്ടികൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനും ഭാവിയെ നേരിടാനും അവരെ ട്രെയിനിങ് കൊടുക്കണം, അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. ദൈവം അത് പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ, ഇൻ ദ ടൈം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശു കർത്താവ് തൻ്റെ മാതാപിതാക്കന്മാരെ സഹായിച്ചു പോന്നു. യേശു കർത്താവിന് അടുക്കളയിലെ പെരുമാറ്റ രീതി പോലും അറിയാമായിരുന്നു. എങ്ങനെയാണ്? എന്താണ് സൂചന? യേശു കർത്താവിന് കിച്ചണിലെ കാര്യങ്ങൾ പോലും അറിയാമായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട് ബൈബിളിൽ. എന്താണ്? യേശു കർത്താവിൻ്റെ പ്രസംഗത്തിൽ, യേശു കർത്താവിൻ്റെ ഏതെങ്കിലും പ്രസംഗത്തിൽ ഒരുത്തന് 100 തേങ്ങ ഉണ്ടെന്നിരിക്കട്ടെ, അതിൽ ഒരു തേങ്ങ കാണാതെ പോയി എന്നല്ലേ ഉണ്ടോ? ഇല്ല. പക്ഷേ യേശു കർത്താവിൻ്റെ പല പ്രസംഗത്തിലും അടുക്കളയിലെ പലതും ഉപയോഗിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? യേശു കർത്താവ് പ്രസംഗത്തിൽ എന്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്? കടുക്, എണ്ണ, പുളിച്ച മാവ്, ഉപ്പ്, എന്തെല്ലാം അടുക്കളയിലെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ യേശു കർത്താവ് അടുക്കള കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ പൊതുവെ ഈ സാഹചര്യത്തിൽ, അമേരിക്കൻ സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികളത് പഠിക്കുന്നുണ്ട്, നല്ല കാര്യമാണ്. എന്നാലും ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ കുട്ടികളെ ഭാവിയെ നേരിടാനും അതുപോലെ തന്നെ സാഹചര്യങ്ങളെ നേരിടാനും നമ്മൾ പഠിപ്പിച്ചെടുക്കണം. 6ാമത്തെ കാര്യത്തിലോട്ട് പോവുകയാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ലോകത്തിൽ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള പ്രൊഫഷൻ ഏതാണെന്ന് പറയാമോ? എക്സലന്റ്, പാരന്റിംഗ് ആണ്. ലോകത്തിൽ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള പ്രൊഫഷൻ ഏതാണെന്ന് ചോദിച്ചാൽ പാരന്റിംഗ് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. നമ്മളതൊരു പ്രൊഫഷനായിട്ട് കാണാറില്ല, ഇതൊരു ശുശ്രൂഷയായിട്ട് നമ്മൾ കാണുകയാണ്. എല്ലാ മാതാപിതാക്കന്മാരോടും പറയട്ടെ, നമ്മുടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നത് വീട്ടിൽ നിന്നാണ്. ദ ബിഗ്ഗസ്റ്റ് യൂണിവേഴ്സിറ്റി ഇൻ ദ വേൾഡ് ഈസ് ഹോം. ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ടീച്ചർ ആരാണ്? പാരൻസ് ആയിട്ടുള്ള നമ്മളാണ്. ലോകത്തിലെ ഏറ്റവും നല്ല സിലബസ് നമ്മുടെ വീട്ടിലെ പെരുമാറ്റങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുട്ടികൾ എന്ത് പഠിച്ചു, നമ്മുടെ കുട്ടികൾ എങ്ങനെയാണ് ഭാവിയിൽ ബിഹേവ് ചെയ്യാൻ പോകുന്നത്, ഇതെല്ലാം നമ്മളുമായിട്ട് കണക്റ്റഡ് ആണ്. നമ്മളെങ്ങനെ നമ്മുടെ വൈഫിനോട്, ഹസ്ബൻഡിനോട് ഇടപെടുന്നു, ഇത് കുട്ടികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 11 വയസ്സ് കഴിയുമ്പോൾ തന്നെ പെൺകുട്ടികൾ ഒരു അമ്മ എങ്ങനെയാണെന്ന് പഠിച്ചു തുടങ്ങും. ആൺകുട്ടികൾ ഏതാണ്ട് 13 വയസ്സ് കഴിയുമ്പോൾ ഒരു പപ്പ എന്താണെന്ന് പഠിച്ചു തുടങ്ങും. ഒരു പപ്പയെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങുന്നത് 13 വയസ്സ് കഴിഞ്ഞിട്ടാണ് പൊതുവെ ആൺകുട്ടികൾ. പെൺകുട്ടികളാണെങ്കിൽ ഒരു 11 വയസ്സ് കഴിയുമ്പോൾ ഒരു ഭാര്യ എങ്ങനെയാണ്, എൻ്റെ മമ്മി എങ്ങനെയാണ് ഇടപെടുന്നത് എന്ന് പഠിച്ചു തുടങ്ങും. യഥാ മാതാ തഥാ പുത്രി എന്ന് പറഞ്ഞിട്ടൊരു വാക്കുണ്ട്, കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. യജുർവേദത്തിലാണോ സാമവേദത്തിലാണോ ഋഗ്വേദത്തിലാണോ? യഥാ മാതാ തഥാ പുത്രി. അമ്മയെ പോലെ തന്നെയാണ് മോളും, അതാണ് അർത്ഥം. ഏത് വേദത്തിലാണ്? ബൈബിളിലെ വാക്യമാണ്. അതിൻ്റെ ഇംഗ്ലീഷ് എനിക്ക് അത്ര പിടുത്തം കിട്ടുന്നില്ല. ബൈബിളിലെ വാക്യമാണ് യഥാ മാതാ തഥാ പുത്രി. അമ്മയെ പോലെ തന്നെയാണ് മോളും, പിന്നെ പപ്പയെ പോലെ തന്നെയാണ് മോനും. കാരണം പപ്പയുടെ 23 ക്രോമസോൺ, മമ്മിയുടെ 23 ക്രോമസോൺ, ഈ 46 കിടന്നുള്ള കളിയായത്. അപ്പോൾ മാതാപിതാക്കന്മാരെങ്ങനെയാണ് എന്നുള്ളത് കുട്ടികൾ
കണ്ടുപഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ആറാമത്തെ കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ബി എ മോഡൽ, മാതൃകയുള്ളവരായിരിക്കുക. മാതാപിതാക്കന്മാരെ, നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി എന്തെല്ലാം മാറ്റിവെക്കുന്നു എന്നുള്ളതിനേക്കാൾ ഏറ്റവും പ്രധാനം അവർക്ക് കൊടുത്തേച്ചു പോകാവുന്ന ദ ബെസ്റ്റ് ലെഗസി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമാണ്. നമ്മൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് അവരുടെ വിശ്വാസത്തെ സ്വാധീനിക്കാൻ പോകുന്നത്. ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് ഇങ്ങനെ ഈ രാജ്യത്ത് വന്ന് ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ പപ്പയും മമ്മിയും ഒരു കാലത്ത് വിശ്വാസത്തിന് വേണ്ടി നേരിട്ട ആ പ്രയത്നം ഉണ്ടല്ലോ, അവരന്ന് മുട്ടിന്മേൽ നിന്ന രീതി ഉണ്ടല്ലോ, അവർ പ്രശ്നങ്ങൾ വന്നപ്പോൾ അവർ അതിനെ ഫേസ് ചെയ്ത രീതി ഉണ്ടല്ലോ, ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുട്ടികൾ എന്ത് പഠിക്കുന്നു എന്നുള്ളത് പപ്പയും മമ്മിയിൽ നിന്നായിരിക്കും, മാതാപിതാക്കന്മാരിൽ നിന്നാണ് സകലവും പഠിക്കുന്നത്. പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾ അവർ വളർന്നു തുടങ്ങുമ്പോൾ തന്നെ എങ്ങനെ ഡ്രസ്സ് ചെയ്യണം, അതുപോലെ തന്നെ ചിലപ്പോൾ പപ്പയുടെയും മമ്മിയുടെയും ഷൂസിനകത്ത് അവരുടെ കാലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നടക്കാൻ തുടങ്ങും. പപ്പയും മമ്മിയും ചെയ്യുന്നത് പോലെയൊക്കെ ചെയ്യും. ഇനി ഞായറാഴ്ചയാണെങ്കിൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ആരാധന രീതി എങ്ങനെയാണ് അതൊക്കെ വീട്ടിൽ അനിയത്തിയും ചേച്ചിയൊക്കെ വിളിച്ചിരുത്തി വേണമെങ്കിൽ ഒരു ബ്രെഡൊക്കെ എടുത്ത് എല്ലാം വെട്ടി പിന്നെ ഒരു പാട്ടൊക്കെ പാടി ഒരുത്തൻ എഴുന്നേറ്റ് ചിന്തയൊക്കെ പറഞ്ഞ് കുട്ടികൾ ചെയ്യുന്ന കാര്യമാണ്. അവരെല്ലാം പഠിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞും പറയാതെയും നമ്മുടെ ഏതെങ്കിലും ഒരു ബാഡ് ബിഹേവിയർ അവർ പഠിച്ചിരിക്കും. ഇത് മാത്രമേ ഉള്ളൂ മാറ്റാൻ പറ്റാത്ത കാര്യം. ഏത്? അവർ മാതൃകയാക്കുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ് മാറ്റാൻ. ഞാനിതിൻ്റെ ഏഴാമത്തെ കാര്യത്തിലൊന്ന് അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു 12 വയസ്സുള്ളപ്പോൾ യെരുശലേമിലേക്ക് പോയി. എന്തിനെന്നറിയാമോ? പെസഹ പെരുന്നാളിന്. യഹൂദ ബാലന്മാരെല്ലാവരും പെസഹയുടെ അനുഭവത്തിലൂടെ കടന്നു പോകണം എന്ന് ദൈവത്തിന് നിർബന്ധമുണ്ടായിരുന്നു. നമ്മുടെ ഓരോ കുടുംബങ്ങളിലും നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളും ഈ പെസഹയുടെ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടവരാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അന്നത്തെ കാലത്ത് മോശയുടെ കാലഘട്ടത്തിൽ സംഹാരദൂതൻ കടന്നു പോകുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ആടിനെ വെട്ടി ആടിൻ്റെ രക്തം കട്ടളമേലും കുറുമ്പടിമേലും പുരട്ടുന്നതിലൂടെ രക്ഷപ്പെട്ട ജനത്തിൻ്റെ ഓർമ്മയായിരുന്നു പെസഹ പെരുന്നാൾ. എല്ലാ കുടുംബങ്ങളോടും ഞാൻ പറയട്ടെ, മാതാപിതാക്കന്മാരെ, നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളും ഈ കട്ടളയിലും കുറുമ്പടിയിലും പുരട്ടിയിരുന്ന ആ രക്തത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നുപോയതുപോലെ നമ്മുടെ ഓരോ കുട്ടികളും കർത്താവായ യേശു ക്രിസ്തുവാണ് എനിക്ക് വേണ്ടി കാൽവരിയിലെ ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതും അതിൽ വിശ്വസിക്കുമ്പോഴാണ് നിത്യജീവൻ കിട്ടുന്നത് എന്നുള്ളതും കുട്ടികൾ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അതിന് നമ്മൾ ഏഴാമത്തെ കാര്യത്തിലോട്ട് ഞാൻ വരികയാണ്. അതിന് നമുക്ക് വേണ്ടത്, നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ നമ്മൾ സഹായം അന്വേഷിക്കും. പാരൻറ്റിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏഴാമത്തെ ടിപ്പ്, ദൈവത്തോട് സഹായം അന്വേഷിക്കുക. ദൈവമേ, ശരിയായിട്ടൊരു പാരൻ്റായിട്ടിരിക്കണമെങ്കിൽ എനിക്ക് അങ്ങയുടെ ഹെൽപ്പ് വേണം. ദൈവവുമായിട്ടുള്ള ശരിയായ ബന്ധമാണ് ഒരു കുടുംബത്തെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാനിടയാക്കുന്നത്. വേദപുസ്തകത്തിൽ ഏത് കുടുംബങ്ങൾ നിങ്ങൾ പരിശോധിച്ചു, ആദം ഹവ്വയുടെ കുടുംബം തകർന്ന സമയത്ത് തന്നെ ദൈവം അവിടെ സാന്നിധ്യം ഉറപ്പിക്കുകയും അതിന് സൊല്യൂഷൻ ഉണ്ടാക്കുകയും ചെയ്തു. ഏതൊരു കുടുംബത്തിലും കുട്ടികളുടെ പ്രശ്നമാകട്ടെ, മാതാപിതാക്കന്മാരുടെ പ്രശ്നമാകട്ടെ, ഭാവി പ്രശ്നമാകട്ടെ, ഇതിലെല്ലാത്തിലും ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ പ്രശ്നപരിഹാരം ഉറപ്പാണ്. എങ്ങനെയാണ് ദൈവസാന്നിധ്യം ഉണ്ടാകുന്നത്? ഇവിടെ ഈ സംഭവത്തിൽ കർത്താവായ യേശുക്രിസ്തു ബാലനായിരുന്നപ്പോഴുള്ള സംഭവത്തിൽ അവർക്ക് പ്രശ്നമുണ്ടായി. അവർ രണ്ടുപേരും വീണ്ടും തിരിച്ച് യെരുശലേമിലേക്ക് നടന്നുപോയി. അവർ തിരിച്ച് ദൈവ സാന്നിധ്യമുള്ള സ്ഥലത്തേക്ക് നടന്നുപോയി. പ്രശ്നം പരിഹരിക്കപ്പെട്ടു. പ്രിയ സഹോദരങ്ങളെ, മാതാപിതാക്കന്മാരെ, നമ്മുടെ കുട്ടികളുടെ ബിഹേവിയറിൽ പ്രശ്നമുണ്ടായാൽ, നമ്മുടെ കുടുംബജീവിതത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ, അവരെ ശരിയായിട്ട് വളർത്തുന്ന വിഷയത്തിൽ നമുക്ക് പ്രശ്നമുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മാർഗം യെരുശലേമിലേക്ക് മടങ്ങിപ്പോവുക, ആ ക്രൂശിങ്കലേക്ക് മടങ്ങിപ്പോവുക. ലോകത്തിലെ സകല പ്രശ്നത്തിനും പരിഹാരം, ഏക പരിഹാരം എന്നുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിഹാര മാർഗമാണ്. അതിനേക്കാളും വേറൊരു പരിഹാര മാർഗം വേറെ ഇല്ല. യേശു കർത്താവ് സകലരുടെയും പാപങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രൂശിൽ മരിച്ചു പരിഹാരം നൽകി. ആ പരിഹാര മാർഗമാണ് ഇന്ന് മനുഷ്യന് സ്വസ്ഥതയും സമാധാനവും നൽകുന്നത്. ആ പരിഹാര മാർഗമാണ് കുടുംബങ്ങളെ സുസ്ഥിരതയുള്ളതാക്കി തീർക്കുന്നത്. ആ പരിഹാര മാർഗമാണ് കുട്ടികളെ ശരിയായ ദിശാബോധത്തിലേക്ക് നടക്കുന്നത്. ആ പരിഹാര മാർഗമാണ് സമാധാനത്തോടെ ഈ ഭൂമിയിൽ കുടുംബങ്ങളെ ജീവിക്കാൻ ഇടയാക്കുന്നത്. മനുഷ്യൻ്റെ പാപത്തിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു.
ഇത് കേവലം ഒരു സംഭവമായിരുന്നില്ല, മറിച്ച് അതൊരു യാഥാർത്ഥ്യമാണ്. ആ ഒരു ചിന്ത നമ്മുടെ ഭവനത്തിൽ എന്നും ഉണ്ടായിരിക്കണം. മക്കളെ, മാതാപിതാക്കന്മാരെ, കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞിട്ട് അവരോട് നമ്മൾ പറയേണ്ട ഒരു കാര്യം ഇതാണ്: യെരുശലേമിൻ്റെ അനുഭവം നമ്മുടെ വീട്ടിൽ എന്നും ഇങ്ങനെ തിളങ്ങി നിൽക്കണം. യെരുശലേമിൻ്റെ അനുഭവം, ആ പെസഹയുടെ അനുഭവം. കുട്ടികൾ ശരിയായ ദിശയിലേക്ക് വളരാൻ ക്രൂശിൻ്റെ സാന്നിധ്യം നമ്മുടെ ഭവനത്തിൽ ഉണ്ടെങ്കിലേ പറ്റുകയുള്ളൂ. പുത്രൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. The only one solution, that is through Jesus Christ. ഏത് പ്രശ്നവും, കുട്ടികളെ വളർത്താൻ പറ്റുന്നില്ല, അവർ ഭയങ്കര റിബല്യസ് ആണ്, ഓക്കെ, കം നിയർ ടു ദ ക്രോസ്, ക്രൂശിങ്കിലേക്ക് വരിക. ഭാര്യയുടെ പ്രശ്നം, ശരിയായിട്ട് കാര്യങ്ങൾ നടക്കുന്നില്ല, നേരെ ക്രൂശിങ്കിലേക്ക് വരിക. ഭർത്താവിൻ്റെ പ്രശ്നം, കാര്യങ്ങൾ ശരിയായിട്ട് നടക്കുന്നില്ല, വീട്ടിലാകെ പ്രശ്നസങ്കീലമായ ജീവിതമാണ്, സഹോദരിമാരെ, നേരെ ക്രൂശിങ്കിലേക്ക് വരിക. പ്രത്യാശ നൽകുന്ന ഏക കാര്യം എന്നുള്ളത് ആ ക്രൂശാണ്. അവിടെയാണ് സൊല്യൂഷൻ ഉള്ളത്. കുഞ്ഞുങ്ങളെ ശരിയായി വളർത്തുന്നതിനുള്ള ഏക സൊല്യൂഷൻ അതാണ്. യേശു കർത്താവിൻ്റെ അടുക്കൽ വന്ന് ശരിയായ പാപമോചനം പ്രാപിച്ചവർക്കാണ് ദൈവത്തിൻ്റെ ശരിയായിട്ടുള്ള ഹെൽപ്പ് കിട്ടുന്നത്. ഞാൻ ഏറ്റവും ഉഴപ്പനായിരുന്ന സമയത്ത്, ഞാൻ ഇന്നും അത് ഓർക്കുന്നുണ്ട്, ഒരു ദിവസം വീട്ടിലേക്ക് രാത്രി നാടകം കണ്ടിട്ട് തിരിച്ചു വന്നപ്പോൾ, വീട് ഓലയിട്ട് മേഞ്ഞ വീടാണ്. അപ്പോൾ ഈ ഓലയിട്ട് മേഞ്ഞ വീടിൻ്റെ വാതിൽ തുറക്കാൻ വളരെ ഈസിയാണ്, ഈ ഓലയ്ക്കിടയിൽ കൂടെ കൈയിട്ട് ഒതുക്കെ തുറന്നാൽ മതി. രാത്രി നാടകം കണ്ടിട്ട് 12:30 വീട്ടിൽ വന്നപ്പോൾ വീട്ടിനകത്ത് മമ്മി ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഞാനിത് തുറന്നപ്പോൾ കണ്ട കാഴ്ച മമ്മി കരയുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ മമ്മി പ്രാർത്ഥിക്കുന്ന ഇതാണ്: എൻ്റെ മകൻ മാനസാന്തരപ്പെടണം, ഇതിനാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ പതുക്കെ വാതിൽ തുറന്നു, മമ്മി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന കണ്ടു. ഞാൻ ഒന്നും ഡിസ്റ്റർബ് ചെയ്യാതെ പതുക്കെ അകത്ത് പോയി കിടന്നുറങ്ങി. പക്ഷെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ എന്നെ ആ സംഭവം വല്ലാതെ സ്വാധീനിച്ചു. അന്ന് ഞാനെടുത്ത ഒരു തീരുമാനമുണ്ട്: ഇനിമേലിൽ എൻ്റെ പപ്പയും മമ്മിയെയും ഞാൻ കരയിപ്പിക്കത്തില്ല. പാരൻറ്റിങ്ങിൻ്റെ വിജയം എന്ന് പറയുന്നുണ്ടല്ലോ, ദൈവസന്നിധിയിൽ മുട്ടുകുത്തി മാതാപിതാക്കന്മാരെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാലുണ്ടല്ലോ, നമ്മുടെ മക്കളെ ദൈവം എങ്ങനെ ഉപയോഗിക്കുമെന്നുള്ളത് ലോകം ഇനി കാണാൻ കിടക്കുന്നേ ഉള്ളൂ. അന്നെടുത്ത ഒരു തീരുമാനമാണ്: ഇനി എൻ്റെ മമ്മിയെ ഞാൻ കരയിപ്പിക്കത്തില്ല. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു മമ്മി ഉണ്ടായിരുന്നു. ഇവിടെ ഇരിക്കുന്ന ഓരോ മമ്മിമാരോടും പറയട്ടെ, അങ്ങനെ കൊതിക്കുന്ന ചില മക്കൾ കാണും. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു മമ്മി, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു പപ്പ, എനിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മുട്ടിന്മേൽ നിൽക്കുന്ന ഒരു പപ്പ. യോബ് അധികാലത്ത് എഴുന്നേറ്റ് മക്കളുടെ അംഗസംഖ്യയ്ക്ക് ഒത്തവണ്ണം അവരുടെ ആത്മീക ജീവിതത്തിന് വേണ്ടി മുട്ടിൽ നിന്നു. നമ്മളെ കൊണ്ട് പറ്റും. ഏറ്റവും തിരക്കുള്ള ബിസിയസ്റ്റ് മാൻ ഇൻ ദ വേൾഡ് എന്നുള്ളത് ഈ യോബാണ്. എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം, എത്ര ആയിരക്കണക്കിന് ജോലിക്കാരാണ് പുള്ളിയുടെ കീഴിലുള്ളത്. പക്ഷേ രാവിലെ എഴുന്നേൽക്കുന്നത് ആരൊക്കെ എന്തൊക്കെ ജോലി വിടണമെന്നുള്ള ലിസ്റ്റ് തയ്യാറാക്കാനല്ല, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. മക്കൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരൊറ്റ അച്ഛനമ്മമാർ ജീവിതത്തിൽ കരയേണ്ടി വരത്തില്ല. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാതിരുന്നാൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് പാരൻറ്റിങ്ങിൻ്റെ സെഷനോടുള്ള ബന്ധത്തിൽ ഞാൻ അവസാനമായി ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ: ദൈവസന്നിധിയിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി കരഞ്ഞ് അവരുടെ ആത്മീക നിലവാരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ, സഹോദരങ്ങളെ, ദൈവം നമ്മുടെ കണ്ണുനീര് കാണാതെ പോവുകയില്ല. ദൈവം അതിനുവേണ്ടി മറുപടി തരാതെ പോവുകയില്ല. ദൈവം തീർച്ചയായിട്ടും പ്രവർത്തിക്കാനായിട്ടിടയാകും. കഴിഞ്ഞ നാളുകളിൽ വേണ്ട രീതിയിൽ നമുക്കത് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇന്നൊരു തീരുമാനം എടുക്കുക: എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങളൊരു സമയം മാറ്റിവെക്കും. ചിലപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞവരായിരിക്കും, എന്നാലും പ്രാർത്ഥിക്കേണ്ടത്, ഇന്നത്തെ കാലം അങ്ങനെയാണല്ലോ, എന്നാലും പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കും, എന്നാലും പ്രാർത്ഥിക്കേണ്ടതുണ്ട്. മനോഹയുടെ കുടുംബത്തെക്കുറിച്ച് നമുക്കറിയാം. കുഞ്ഞ് ജനിക്കുമെന്ന് പറഞ്ഞ ഉടനെ തന്നെ ദൈവദൂത പിള്ളേരുടെ കാര്യത്തിൽ എന്തോ ചെയ്യണമെന്ന് കാണിച്ചു തരണമേ. കുഞ്ഞുങ്ങളുടെ വിവാഹത്തെക്കുറിച്ച് 18 വയസ്സാകുമ്പോഴല്ല പ്രാർത്ഥിക്കേണ്ടത്, കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോഴേ പ്രാർത്ഥിച്ചു തുടങ്ങണം. ദൈവമേ, ഭാവിയിൽ അവൻ ആരാണ്, എന്താണ്, ആർക്ക് വേണ്ടിയിട്ടാണ്, ഏത് മോനാണ്, ഏത് മോളാണ്, ദൈവമേ അതിന് സഹായിക്കണം എന്ന് പറഞ്ഞ് ഇപ്പോഴേ പ്രാർത്ഥിക്കണം. പാരൻറ്റിങ്ങിൻ്റെ 7 ടിപ്സുകളാണ് നാം പഠിച്ചത്, നാം കേട്ടത്. കേട്ട വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.